ക്രിസ്തുമസ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ദിനം സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. സകല മനുഷ്യർ എന്നതിനെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വചനത്തിലെ അയൽക്കാരൻ ആരാണ്? അത് മതിലുകളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. ജാതി മത ഭേദമന്യേ രാജ്യങ്ങളുടെ അതിർത്തിയില്ലാതെ സകല മനുഷ്യരുടെയും ക്ഷേമത്തിനും നന്മയ്ക്കുമായി ജീവിക്കുക, അതാണ് ക്രിസ്മസ് ദിനത്തിലെ പ്രാഥമിക സന്ദേശം. എന്തുകൊണ്ടാണ് ഇത് സകല ജനങ്ങൾക്കും സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി മാറുന്നത്? പഴയ നിയമ ജനതയെ പരിശോധിച്ചാൽ കാണാം. അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: ദൈവമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ സന്തോഷിക്കുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ ദർശനത്തിൽ നിന്നാണ് മനുഷ്യന് രക്ഷ കൈവരിക എന്ന ചിന്ത പ്രവാചകന്മാരിലൂടെ അരുൾ ചെയ്തിട്ടുണ്ട്. യേശുവിനോട് പീലിപ്പോസ് ചോദിച്ചു, ഞങ്ങൾക്ക് പിതാവായ ദൈവത്തിൻ്റെ മുഖം കാണിച്ചു തരണമേ. അതെ, യേശു പീലിപ്പോസിനോട് പറഞ്ഞു, എൻ്റെ മുഖം കാണുന്നവൻ പിതാവായ ദൈവത്തിൻ്റെ മുഖം കാണുന്നു. പ്രിയമുള്ളവരെ, ആ മുഖമാണ് നാം പുൽക്കൂട്ടിൽ കാണുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് പറയുന്നത്, ദൈവത്തിൻ്റെ വിരുന്നിലേക്ക് എല്ലാവരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ നമ്മൾ അയോഗ്യരാണ്. അയോഗ്യതയാണ് നമ്മുടെ യോഗ്യത. ഈ അയോഗ്യത മാറ്റണമെങ്കിൽ അതിന് ആഗ്രഹം നമുക്കുണ്ടാകണം. അതാണ് 25 നോമ്പിൻ്റെ പ്രത്യേകത. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരുക്കമായി നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും അനുതാപത്തിലൂടെയും നല്ല കുമ്പസാരത്തിലൂടെയും ഹൃദയം ഒരുക്കി ക്രിസ്മസ് ദിനത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം. അന്ന് ഉണ്ണിയേശുവിനെ പൂജരാജാക്കന്മാർ അമ്മയായ മറിയത്തോടൊപ്പം യേശുവിൻ്റെ മുഖം കണ്ട് ആരാധിച്ച പോലെ നമുക്കും യേശുവിൻ്റെ മുഖം കണ്ട് ആരാധിക്കാം. അതേ പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ മുഖമായ, ജീവൻ്റെ മുഖമായ, പ്രകാശത്തിൻ്റെ മുഖമായ യേശു ക്രിസ്തുവിനെ നേരിൽ കണ്ട് മറിയത്തോടൊപ്പം, അമ്മയോടൊപ്പം ഉണ്ണിയെ കണ്ട് ആരാധിക്കാം.